നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും 8 അനുബന്ധ സംഘടനകളെയും രാജ്യത്ത് നിരോധിച്ചു. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് 5 വർഷത്തേക്കാണ് നിരോധനം. ഇന്നലെ അർദ്ധരാത്രി പ്രത്യേക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് PFIയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്രം നിരോധിച്ചത്. 8 അനുബന്ധ സംഘടനകളുടെ പ്രവർത്തനവും നിരോധിച്ചു. 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ള പ്രത്യേക ഗസറ്റ് വിജ്ഞാപനം ഇന്നലെ തന്നെ കേന്ദ്രം പുറത്തിറക്കി. രാജ്യസുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് എന്നീ സംഘടനകളുമായുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ കേരള എന്നീ സംഘടനകളുമാണ് നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടും അതിന്റെ അനുബന്ധ സംഘടനകളും സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ സംഘടന എന്ന നിലയിലുള്ള പരസ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഭരണഘടനാ വ്യവസ്ഥയും ജനാധിപത്യ സങ്കല്പത്തെയും തകർക്കുന്ന തരത്തിൽ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ തീവ്രവാദികളാക്കാനുള്ള രഹസ്യ അജണ്ടയാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും സൌഹാർദ്ദത്തിനും സുരക്ഷയ്ക്കും ആഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ PFI ഏർപ്പെട്ടു. ഉത്തർപ്രദേശ്, കർണാടക, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ PFIയെ നിരോധിക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെയും യുവമോർച്ച പ്രവർത്തകൻ സഞ്ജിത്തിന്റെയും ഉൾപ്പെടെ കൊലപാതകങ്ങളിലെ PFIയുടെ പങ്കും നിരോധന ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടർ, നാഷണൽ ഡെസ്ക്. വിഷയത്തിൽ ഷാബു പ്രസാദ്, ബാലകൃഷ്ണൻ റിട്ടയർഡ് SP, PM നിയാസ്, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷമീർ, SDPI നേതാവ് കാസിം ഇരിക്കൂർ, INLന്റെ സംസ്ഥാന പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം കാസിം ഇരിക്കൂർ ടെലിഫോൺ ലൈനിലുണ്ട്. കാസിം ഇരിക്കൂർ, റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായിട്ട് INLന് ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. ഞങ്ങളൊരു സാധാരണ പത്രങ്ങളിലോ അല്ലെങ്കിൽ വേറെ ചർച്ചകളിലോ കേൾക്കുന്നതല്ലാതെ INLന്റെ കേരളത്തിലെ ഒരു പ്രവർത്തകനും ഒരു നേതാവിനും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായി ബന്ധമില്ല. ഈ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ, മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരാണ് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനെതിരെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി റിഹാബ് ഫൗണ്ടേഷനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്? അത് ഒരു സംഘടന നിലക്ക, ആ സംഘടന ഭയങ്കര അപകടകരമായ സംഘടന നിലക്കല്ല ഞാൻ പറയുന്നത്. അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന INLന്റെ സംസ്ഥാന പ്രസിഡന്റ്, INLന്റെ കീഴിൽ തന്നെ 10ഓളം തന്നെ പോഷക ഘടകങ്ങളും മറ്റു ഗ്രൂപ്പുകളും ഉണ്ട്. അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പോലും സമയം കിട്ടുന്നില്ല. ആ സമയത്ത് ഡൽഹിയിലുള്ള ഒരു റിഹാബ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മെമ്പറാന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. ഇത് K സുരേന്ദ്രനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാവിലെ തന്നെ ആരോപിച്ചത് എന്താണ് പറയേണ്ടത്? വളരെ വിഷലിപ്തമാണ്, വളരെ നിരുത്തരവാദപരമാണ്. പിന്നെ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം? രേഖാപരമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും താങ്കൾ നിഷേധിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. രേഖാപരമായ തെളിവുകൾ വരികയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ രേഖാപരമായ തെളിവില്ല. സുരേന്ദ്രൻ്റെ കയ്യിൽ രേഖാപരമായ തെളിവ് ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇനി രേഖാപരമായ തെളിവില്ല എങ്കിൽ എന്ത് കാരണത്താലാണ് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? ശ്രീ കാസിം ഇരിക്കൂർ, അത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം K സുരേന്ദ്രനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രി, അദ്ദേഹത്തെ കുറിച്ച് നട്ടാൽ മുളക്കാത്ത കളവ് പ്രചരിപ്പിക്കുന്നത് എന്തുമാത്രം ദ്രോഹകരമാണ്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അദ്ദേഹത്തിന് ഹാജരാക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, കോഴിക്കോടുള്ള നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്കറിയാം, അഹമ്മദ് ദേവർകോവിലിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അല്ല, ഞാൻ നേരത്തെ താങ്കളുടെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചു. ഇത് സുരേന്ദ്രന് പറഞ്ഞു കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. അതാരാണ്? ഞങ്ങളുടെ നിഗമനം, പാർട്ടിയിൽ നിന്ന് സമീപകാലത്ത് പുറത്താക്കപ്പെട്ട ചിലരുണ്ട്, അവരായിരിക്കണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന. കാരണം അവർ തന്നെ ആ നിലക്കുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതല്ലായിരുന്നെങ്കിൽ INLനെതിരെ അല്ലെങ്കിൽ അഹമ്മദ് ദേവർകോവിലിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഏതോ നിഗൂഢ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മാത്രമേ അനുമാനിക്കാൻ കഴിയൂ.
ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് ശ്രീ കാസിം ഇരിക്കൂർ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അടിസ്ഥാനപരമായ നിലപാട് വെറും നിരോധനം കൊണ്ട് ഏതെങ്കിലും സംഘടനയെയോ കൂട്ടായ്മയെയോ ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടത് ഒന്നുകിൽ ആശയപരമായ നീക്കം അല്ലെങ്കിൽ നിയമപരമായ നീക്കമാണ്. ആ നിയമപരമായ നീക്കവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കേണ്ട ബാധ്യത സ്വാഭാവികമായും നിരോധിക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ്. അതൊന്നുമല്ലാതെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സംഘടന നിരോധിച്ചത് കൊണ്ട് അവരെ പ്രവർത്തനം നിർജീവമാക്കാൻ കഴിയില്ലാന്റെ തെളിവാണ് RSSനെ 3 തവണ നിരോധിച്ചില്ലേ. RSS ഇപ്പോൾ വളർന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രത്യശാസ്ത്രമായി. അല്ല ശ്രീ കാസിം ഇരിക്കൂർ, ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ എന്താണ് എന്ന് സംബന്ധിച്ച വല്ല സൂചനയും താങ്കളുടെ കയ്യിലുണ്ടോ? അതൊന്നും ഇല്ലാതെ നിരോധിച്ചത് ശരിയല്ല എന്ന അഭിപ്രായം താങ്കൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കാനാവുന്നു? അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവരെ നിരോധിച്ചത് ന്യായീകരിക്കാനുള്ള തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അവര് പൊതുജനങ്ങളെയും അതുപോലെ തന്നെ നിയമ സംവിധാനത്തെയും അവർ ബോധ്യപ്പെടുത്തട്ടെ. അല്ല, അത് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ബോധ്യപ്പെടുത്തും ശ്രീ കാസിം ഇരിക്കൂർ. അതിനിടയിൽ താങ്കൾക്ക് ഇത് നിരോധിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം എന്തടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്നു? അതായത് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിലെ മറ്റേത് സംഘടനയാലും ശരി, നിരോധനം കൊണ്ട് മാത്രം അതിനെ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിർജ്ജീവമാക്കാനോ സാധിക്കില്ല. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ നാളെ നിരോധനം കൊണ്ട് മാത്രമെന്ന് ആര് പറഞ്ഞു? നിരോധനത്തിന്റെ തുടർ നടപടികൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ എടുക്കുമല്ലോ. എടുക്കട്ടെ, കേന്ദ്ര സർക്കാർ എടുക്കട്ടെ, ജനങ്ങളെയും നിയമ സംവിധാനത്തെയും പ്രോത്സാഹിപ്പിക്കട്ടെ. അതേ സമയത്ത് ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അല്ലെങ്കിൽ സാമൂഹികപരമായ പാരസ്പര്യത്തിനെതിരായി വരികയാണെങ്കിൽ അവർക്കൊന്നും പിന്നെ ഒരിക്കലും തന്നെ നമ്മൾ അവരെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിരോധനം എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ട് ഒരിക്കലും തന്നെ ഒരു ആശയഗതിയെയോ പ്രത്യശാസ്ത്രത്തെയോ കൂട്ടായ്മയോ ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് നന്നായിട്ടറിയാം. ശരി, ശ്രീ ശ്യാമു പ്രസാദ്, സിമിയെ നിരോധിച്ചത് 2001-ലാണ്. പിന്നീട് സിമിയിലെ തീവ്ര ഗ്രൂപ്പുകൾ സംഘടിക്കുകയും ഇന്ത്യൻ മുജാഹിദീനായി അത് മാറുകയും 2005 ഇന്ത്യയിൽ ആകമാനം സ്ഫോടനങ്ങൾ നടത്തുന്ന ഒരു വിനാശകരമായ സംവിധാനമായി അവ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിരോധനം ഒരു പക്ഷേ ചിലരെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ അതിനകത്ത് ഇൻഡോക്ട്രിനേറ്റഡ് ആയിരിക്കുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് വിഭാഗമുണ്ട് എന്നാണല്ലോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ താവളങ്ങൾ തേടും. ഇപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ, ആഭ്യന്തര വകുപ്പിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ അങ്ങനെ ഒരു തീവ്ര സംഘടന വേറെയില്ല. അപ്പോൾ നിരോധിത സംഘടനകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലീപ്പിംഗ് സെല്ലുകളിലേക്ക് അവർ ഒതുങ്ങുകയോ ചെയ്യും. വർഷങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ PFIയുടെ പ്രവർത്തനം നിങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിച്ചതുപോലെ നിരീക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരികയും വലിയ വിധ്വംസക ശക്തികളായി ഇവ മാറുകയും ചെയ്യും. അപ്പോൾ ഈ നിരോധനത്തെ പലരും എതിർക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിമിയുടെ ഉദാഹരണം വെച്ച് തന്നെയാണ്. ശ്രീ ഷാബു പ്രസാദ്, അതായത് നികേഷേ, ഈ കാര്യം ഇവിടെ പല സിമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട് അത് വേറൊരു രൂപത്തിൽ വന്നു. ഈ ഒരു പാഠം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആകണം ഈ നിരോധനത്തിന് മുമ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും അതായത് മർമ്മ പ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും മുഴുവനും അറസ്റ്റ് ചെയ്തത് അതിന്റെ ആ ഒരു കാര്യം. ഇനി വേറൊരു പുനർജന്മത്തിന്, ഈ അമീബ രൂപം മാറുന്ന പോലെയുള്ള ഒരു പുനർജന്മത്തിന് ഒരു സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കണം. എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഇനിയിപ്പം ഈ പുറത്ത് നിൽക്കുന്ന ഈ ഗ്രൂപ്പുകൾ എങ്ങനെ സംഘടിപ്പിക്കും, അവരെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, അങ്ങനെ യാതൊരു ഐഡിയയും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴത്തെ ഈ PFIയുടെ
അണികൾ അല്ലെങ്കിൽ അടുത്ത ലെവലിലുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് ഇനി അങ്ങ് ഇല്ലാതായിക്കോളും, മറ്റൊരു പുനരവതാരം അത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതായിരിക്കണം കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കിയിട്ടുണ്ട്. ദയവായി തുടരുക. ശ്രീ ബാലകൃഷ്ണൻ, നോക്കൂ, PFI അടക്കമുള്ള 9 സംഘടനകൾ, അവരെ സംബന്ധിച്ചിടത്തോളം SDPI എന്ന തണലുണ്ട്. SDPI ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് SDPIയെ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനല്ല കഴിയുക, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കഴിയുക എന്ന് നമുക്കറിയാം. അതിൻ്റെ നടപടികൾ ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ നിലവിൽ SDPI നിരോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ SDPIയുടെ തണലിൽ ഒരുപക്ഷെ കൂട്ടം ചേരുമായിരിക്കുമെങ്കിലും ഇതിനകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് എലിമെൻറ്റുകൾ, ഞാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെക്കുറിച്ചാണ് പറയുന്നത്, എക്സ്ട്രീമിസ്റ്റ് എലിമെൻറ്റുകളാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഡിബേറ്റബിൾ ആയിരിക്കാം. ഇന്ത്യ സർക്കാർ എൻ്റെയും സർക്കാരാണ്. ആ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു ഇതിനകത്ത് എക്സ്ട്രീമിസ്റ്റ് എലിമെൻ്റ് ഉണ്ട്, ഇവർ IS-മായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്, ഇവർ ബംഗ്ലാദേശിലെ തീവ്രവാദ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്ന്. നോക്കൂ, അവരൊന്നും ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചു, ഇനി മാന്യന്മാരായി വീട്ടിൽ പോയി ഇരുന്ന് കളയാം എന്ന് കരുതില്ലല്ലോ. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? എൻ്റെ ചോദ്യം ശ്രീ ബാലകൃഷ്ണൻ. ഇന്റർനാഷണൽ ശ്രീ ബാലകൃഷ്ണൻ, താങ്കളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, പ്രശ്നങ്ങളുണ്ട്. തുടരുക. ഞാൻ മുഹമ്മദ് ഷമീറിലേക്ക് പോവുകയാണ്, SDPI നേതാവ്. ശ്രീ മുഹമ്മദ് ഷമീർ, എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം വന്നതിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടത് എന്ന് താങ്കളോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ട് തന്നെ അംഗീകരിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അങ്ങനെ ആവണം എന്നില്ല. ഒരു ജനാധിപത്യ നിയമവ്യവസ്ഥക്കകത്ത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന സ്വാഭാവികമായിട്ടും ഭരണഘടന അല്ലെങ്കിൽ നിയമപരമായി നിരോധിക്കപ്പെട്ടാൽ പിന്നെ ചെയ്യാവുന്ന ലീഗൽ ഫൈറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സ്വാഭാവികമായി അതിന്റെ പ്രവർത്തനം ലീഗൽ ഫൈറ്റ് എവിടെയാണ് വരുന്നത്? ഇനിയിപ്പോ സംഘടനയെ നിരോധിച്ചു 5 വർഷത്തേക്ക് എന്നുള്ളത് വിജ്ഞാപനമാണ്. ഇനി ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ച് ആ ട്രിബ്യൂണലാണ് ഈ നിരോധനം അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുന്നത്. അതിൻ്റെ ലീഗൽ ഫൈറ്റാണ് PFI ഇനി നടത്തേണ്ടത്. അതിനു മുമ്പ് സംഘടന പിരിച്ചുവിടുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ, വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്താണ് ചെയ്യേണ്ടത്, ഒരു സംഘടന എന്താണ് ചെയ്യേണ്ടത്? അവരതിനെ പിരിച്ചുവിടുകയാണോ, അല്ല അതിനെ എതിർത്തുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും തൻ്റെ ഇത്രയും നാൾ നടത്തിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? അങ്ങനെ പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ വേണമെന്നല്ല. ഞാൻ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അത് പിരിച്ചുവിടുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയാണോ PFI? അല്ല, അങ്ങനെയല്ല. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്നു എന്നാണ് അതിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനല്ല അതിൽ ഔദ്യോഗികമായി മറുപടി പറയേണ്ടത്. എന്നാൽ പോലും എനിക്ക് മനസ്സിലാവുന്നത് നിയമവ്യവസ്ഥയെ പോപ്പുലർ ഫ്രണ്ട് അംഗീകരിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഭരണഘടനയുടെ ഫ്രെയിംവർക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം അതനുസരിച്ച് മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനകൾ നിലനിൽക്കേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ നേരത്തെ ശ്രീ ബാലകൃഷ്ണനോട് ചോദിച്ച അതേ ചോദ്യം ശ്രീ ഷാബു പ്രസാദ് താങ്കളോട് ഉന്നയിക്കുന്നു. ഈ പറയുന്ന വിഷയങ്ങളുണ്ട്, അതിനകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് എലിമെൻറ്റുകൾ ഇനി മാന്യമായി ജീവിച്ചു കളയാം എന്ന് കരുതി വീട്ടിൽ പോയിരിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ അതല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് 2001 സിമിയെ നിരോധിച്ചപ്പോൾ 2005 മുതലുള്ള സ്ഫോടന പരമ്പരകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ജനാധിപത്യപരമായിട്ടോ അല്ലെങ്കിൽ മതേതരമായിട്ടോ പ്രവർത്തിക്കാത്തവരാണ് എന്നുള്ളതാണല്ലോ ആക്ഷേപം. അത് അനിസ്ലാമികമാണ് എന്ന് കരുതുന്നവരാണ് PFI എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെറ്റപ്പിൽ അവരൊരു സംഘടനയായി നിലകൊള്ളേണ്ട എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ നിരോധനത്തിൻ്റെ പ്രത്യാഘാതം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ താങ്കൾ പറയുമായിരിക്കും അതൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിച്ചോളും, അതൊന്നും ആലോചിക്കാതെ അവർ ഈ നടപടികൾ എടുക്കില്ലല്ലോ എന്ന്. പക്ഷേ അത് നമ്മുടെ സമൂഹത്തെ നമ്മളൊക്കെ ഭയചകിതരായിരിക്കേണ്ടി വരും. ആഭ്യന്തര മന്ത്രാലയം പറയല്ലേ ഇവർക്ക് IS-ഉമായിട്ട് ബന്ധമുണ്ട്, ഇവർക്ക് ബംഗ്ലാദേശി തീവ്രവാദി സംഘടനയുമായി ബന്ധമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഭയന്നാണോ ഇനി ജീവിക്കേണ്ടത്? അല്ല, നികേഷൊക്കെ എന്തിനാണ് ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നികേഷും ഞാനും
അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തിനാണ് ഈ ഭയപ്പെടേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അവർ മാന്യന്മാരായി വീട്ടിൽ പോയിരുന്നുകൊള്ളും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ദേ ഫോഴ്സ് ടു ബി മാന്യൻസ്, അത്രേ ഉള്ളൂ കാര്യം. ഇനി വേറെ ആ ഒരു നിസ്സഹായാവസ്ഥ അവരിൽ ഉണ്ടാക്കി അങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് തന്നെ അവർ ഇതിൽ നിന്ന് പിൻവാങ്ങിയേ മതിയാകൂ, അല്ലെങ്കിൽ രക്ഷയില്ല എന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു നടപടികൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിനകത്തുള്ള വിഷയം ശ്രീ ഷാബു പ്രസാദ്, PF-നകത്തുള്ള തീവ്ര ആശയഗതിക്കാരായ ആളുകളെ കൂടുതൽ തീവ്രമായി ചിന്തിപ്പിക്കാൻ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം എന്നുള്ള ഒരു റീഡിങ്ങിന്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതാണ് 2001 സിമി നിരോധനത്തെ തുടർന്ന് 2005 മുതൽ അവരുടെ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു. അത് കുറെ കൂടി തീവ്രമായി ചിന്തിപ്പിക്കുന്നതിന് അവർ ഇന്ത്യൻ മുജാഹിദീനായി മാറി, സ്ഫോടനങ്ങൾ ഉണ്ടായി. അതാണ് പിൽക്കാലത്തെ ഇന്ത്യയെ നിശ്ചയിച്ചത് എന്നും നമുക്കറിയാവുന്നതാണ്. എൻ്റെ ചോദ്യം, അങ്ങനെ തീവ്ര ആശയഗതിക്കാരായ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരിക ആകുമ്പോൾ, ഇപ്പോൾ PFIയെ കുറിച്ച് PFIയിൽ നിന്ന് ആശയം ഉൾക്കൊള്ളുകയും പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളവർ പറയുന്നത് എന്താണ്? PFI ജിഹാദ് പഠിപ്പിച്ചു, പിന്നീട് അതിൽ നിന്ന് അവർ മാറി, ഒടുവിൽ അവർ SDPI എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, മതേതരത്വവും ജനാധിപത്യവും അംഗീകരിക്കണം എന്ന നിലപാടെടുത്തു. ആ മതേതരത്വവും ജനാധിപത്യവും എന്ന നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം യോജിക്കാവുന്ന ഒന്നല്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ വെറും ഒരു പുറമോടി മാത്രമാണ്, ഒരു മുഖോട്ടയാണ് എന്ന് കരുതുന്ന ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ PFIയിൽ തുടരുന്നുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഔട്ട്ലെറ്റ് എന്ത് എന്ന് അവർ തേടില്ലേ? അതിനകത്ത് ഇതുവരെ PFIയിൽ ഉള്ളവരായിരുന്നുവെങ്കിൽ അവർ PFIയിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം നിരീക്ഷിച്ച് വരുന്നുണ്ടാകുമായിരിക്കും. അതാണ് എൻ്റെ പ്രൊട്ടക്ഷൻ, സമൂഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ. പക്ഷേ ഇനിയുള്ള ആളുകളെ ഏത് വിഭാഗത്തിലാണ് അവർ ചേക്കേറുന്നതെന്ന് ഇൻ്റലിജൻസിന് അറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെയാണ് എൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അതെ നികേഷേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാര്യം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ 8 വർഷമായി. ഈ 8 കൊല്ലത്തില് ഈ അന്നും PFI ഉണ്ട്, ഇപ്പോഴും PFIക്ക് ഈ കഴിഞ്ഞ 8 വർഷത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അവരവരുടെ അതിതീവ്ര നിലപാടുകളുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഈ നിരോധിക്കാൻ ഈ 8 വർഷം എടുത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം പെട്ടെന്നൊരു നിരോധനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ള എല്ലാ വശത്തിലുള്ള സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയപരമായും ഉള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും സമയമെടുത്ത് തന്നെയാണ് വളരെ ദീർഘകാലത്തെ വളരെ സമയത്തോടുകൂടി ആലോചിച്ച് വളരെ പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനകത്ത് അത് പഴയ സെമി നിരോധനം പോലെയുള്ള അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് തന്നെയുള്ള ഒരു തീരുമാനമായിരിക്കണം. അപ്പോ തീർച്ചയായിട്ടും താങ്കളുടെ സംശയം ഉണ്ട്. കാര്യം അതിനകത്ത് തീവ്ര നിലപാടുകൾ ഒരുപാട് പേര് ഇപ്പോഴും പുറത്തുണ്ടല്ലോ. ഉള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഈ PFIക്കാരെല്ലാം അംഗമാണോ? യഥാർത്ഥത്തിൽ ഒരു പോയിന്റ് പറഞ്ഞ ശേഷം താങ്കളുടെ മറുപടിയിലേക്ക് വരാം. ഇവിടെ എല്ലാവരും BJPയെയും സംഘപരിവാറിനെയും തുറന്നെതിർക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറ്റാക്കാണ്. ഇനി ഇതിനു ശേഷം വരാൻ പോകുന്നത്, ഞാൻ ആലോചിച്ച് നോക്കും, CPMന് നേരെ വരാൻ പോകുന്നത് ചൈനയിൽ നിന്ന് സഹായം വാങ്ങിച്ചെന്നായിരിക്കും. പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആണെങ്കിൽ CPMന് വരാൻ പോകുന്നത് ചൈനയിൽ നിന്ന് വാങ്ങിച്ചെന്നായിരിക്കും. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പൂട്ടുവരും സ്വാഭാവികമായിട്ട്. കാരണം വെച്ചാൽ ഒന്നുകിൽ RSS പറയുന്നതനുസരിച്ച് ഗോദി മീഡിയ ആയിട്ട് നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളെയും മൂവ്മെൻറ്റുകളെയും ഇല്ലാതാക്കുക. ഈ ഒരു പ്രക്രിയ തുടർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്നെ ഇവിടെ എല്ലാവരും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞൊരു പ്രസക്തിയില്ല. നികേഷും ഞാനും കോൺഗ്രസും CPMും ഇവിടെയുള്ള BJP അല്ലാത്ത BJPയോട് ചേർന്ന് നിൽക്കാത്ത മുഴുവൻ ആളുകളും ഭയപ്പെടേണ്ട ദിനങ്ങളിലേക്കാണ്. ഭയപ്പെടുകയല്ല, അവർ കരുതലും പ്രതിരോധത്തിലേക്കും ജനാധിപത്യപരമായ പ്രതിരോധത്തിലേക്ക്. ജനാധിപത്യപരമായ പ്രതിരോധത്തെ PFIയുമായിട്ട് കൂട്ടിച്ചേർക്കല്ലേ? ജനാധിപത്യപരമായ പ്രതിരോധം ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഗോദി മീഡിയ ഇവിടെ ഉണ്ട്. നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്കെല്ലാം എതിരെ അതിശക്തമായിട്ടുള്ള സെൻട്രൽ ഏജൻസികളുടെ സഹായത്തോടു കൂടി അവരെ തകർക്കുന്ന പരിപാടിയുണ്ട്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ PFI ഇവിടെ നടത്തുന്ന അക്രമ സംഭവങ്ങൾ ഈ ഒരു ലീഗിൽ പെടുത്തണ്ട, അത് വേറെയാണ്.
ആളുകളുടെ കൈവെട്ടുന്നില്ലല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും. അപ്പോൾ ആളുകളെ കൈവെട്ടുന്നവരെ, അവരെ കോൾഡ് ബ്ലഡഡ് മർഡർ നടത്തുന്നവർ, ഈ വർഗീയമായ ധ്രുവീകരണം സമൂഹത്തിൽ ഉണ്ടാക്കുന്നവർ, അവരെ വേറെ കാറ്റഗറിയായി തന്നെ എടുക്കുകയും അതിനെതിരായിട്ടുള്ള നിയമ നടപടി ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോവുകയും വേണ്ടി വരും. ശ്രീ മുഹമ്മദ് ഷമീർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമ പ്രവർത്തനം നടത്തി നോക്കുകയാണെങ്കിൽ ഒരാളുടെ മുഖത്ത് 51 വെട്ടുവെട്ടിയുള്ളത് CPM ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ളത്, പിടിക്കപ്പെട്ടുള്ളത് RSS ആണ്. മക്ക മസ്ജിദ്, മലേഗാവ്, സംജോത ഉൾപ്പെടെയുള്ള സ്ഫോടനങ്ങളിൽ പിടിക്കപ്പെട്ടത്, അതായത് മഹാരാഷ്ട്ര ATSന്റെ തലവനായിരുന്ന ഹേമന്ത് കർക്കർ കണ്ടെത്തിയത് RSSഉം ഇന്ദ്രേഷ് കുമാർ എന്ന RSSന്റെ ദേശീയ സമിതി അംഗവുമൊക്കെയാണ്. അപ്പോൾ സ്ഫോടനവും കലാപവും പ്രശ്നങ്ങളും ആണെങ്കിൽ RSS ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അവിടെയും വിയോജിക്കുന്നു. RSSന്റെ നിരോധനം ഇതുമായി കൂട്ടിക്കലർത്തേണ്ട ഒരു കാര്യമില്ല. RSSനെ നിരോധിക്കപ്പെടണമെങ്കിൽ അത് നമുക്ക് വേറൊരു ചർച്ചയിൽ വേറൊരു തരത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. നോക്കൂ, ഈ ഒരു നിങ്ങളെന്തിനാണ് RSSനെ പിടിക്കുന്നത്? ഞങ്ങളെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് പകരം RSS ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളത് അതിൽ തട്ടിക്കീഴ്ചയൊക്കെ എന്തിനാണ് അവകാശവാദം ഉന്നയിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഒരാള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഔദ്യോഗികമായല്ല, ഒരു പാർട്ടി SDP-യുടെ ഭാരമായിട്ട് പോയിക്കട്ടെ, കൈവെട്ടിനേക്കാൾ വലുതാണ് ഒരാളുടെ കൊലപാതകം. എന്തുകൊണ്ടാണ് കൈവെട്ടിന് കിട്ടുന്ന പ്രചരണം കൊലപാതകത്തിന് കിട്ടാത്തത്? അല്ലെങ്കിൽ അത് അക്രമപ്രവർത്തനമായി കരുതുകയായിരിക്കുകയും ഇത് അക്രമപ്രവർത്തനമായി കരുതുകയും ചെയ്യുന്നതിലുള്ള ഒരു വിവേചനമാണ് പ്രശ്നം. പല കേസുകളും RSS സ്ഫോടനം നടത്തുമ്പോൾ പ്രശ്നം, അത് പ്രശ്നം, ബാക്കി ആ സ്ഫോടനത്തിലും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ഫോടനം ആരോപണം വരുമ്പോഴേക്കും അത് വലിയ ഇഷ്യൂ ആകും. അതിനേക്കാൾ RSS സ്ഫോടനം നടത്തി തെളിവുകൾ വരുമ്പോൾ പോലും അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് RSSഉം പോപ്പുലർ ഫണ്ടും എന്നാണല്ലോ ഇത്ര നാളും, അല്ലെങ്കിൽ RSSഉം പോപ്പുലർ ഫണ്ട് SDP ഉൾപ്പെടെ പാർട്ടികൾ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പോപ്പുലർ ഫണ്ട് നിരോധിച്ചു, ഇനി ഒരു പക്ഷം ഒറ്റക്ക് ബോറടിച്ചിട്ട് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും എൻ്റെ നേതാക്കന്മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നാളും മതേതര പാർട്ടികൾ പറയുന്നവർ ഒരു നാണയത്തിന്റെ അപ്പുറമല്ലേ? ഇനി ഇവിടുത്തെ മതേതര പാർട്ടികളുടെ നിലപാടുകൾ നമുക്കറിയാം. RSSനെ എങ്ങനെ എതിർക്കുന്നു? പോപ്പുലർ ഫണ്ട് ഇല്ലാണ്ടായി, ന്യൂനപക്ഷ തീവ്രവാദം എന്നിവർ ആരോപിച്ച ആ സാധനം ഇല്ലാതായി. അപ്പോൾ ഇനി RSSനെ എങ്ങനെ എതിർക്കും? ലീഗ്, കോൺഗ്രസ്, CPM ചെയ്യുന്ന ഒരു കോറസ് ആണ് ഇത്. ഒറ്റപ്പെട്ട ഒരു കൈ അടിച്ചാൽ മാത്രം ഇവിടെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാകില്ലല്ലോ. രണ്ട് കൈയും കൊണ്ട് അടിക്കണം. അപ്പോൾ RSS ഒരു ഭാഗത്ത്, പോപ്പുലർ ഫ്രണ്ട് വേറൊരു ഭാഗത്ത്. നിങ്ങൾ ഈ RSSനെയും പോപ്പുലർ ഫ്രണ്ടിനെയും തമ്മിൽ ഈ തുലനം ചെയ്യുമ്പോഴേ, അല്ല അത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും, ഇപ്പം നികേഷ് അടക്കമുള്ളവരുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ RSSനെ നിരോധിക്കണം എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ രാജ്യം ഭരിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു സംഘടനയാണ്. RSSനെ ഒന്നും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. ഷാബു പ്രസാദ്, RSSനെ ഒന്നും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല, താങ്കൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കേൾക്കാം, പറഞ്ഞോളൂ. അതായത് നിങ്ങൾ പറയുന്ന RSS രാഷ്ട്രീയ പാർട്ടിയല്ല, പക്ഷേ സംഘപരിവാറിനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ രാജ്യം ഭരിക്കാൻ. സംഘപരിവാറിനെയും തെരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ തന്നെ ഇതെല്ലാം പറയാതപ്പാ. അതെങ്ങനെയാണ്? ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാൻ കഴിയില്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്. RSSനെയോ സംഘപരിവാറിനെയോ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, RSSകാരായാലും സംഘപരിവാർ സംഘടനകൾ ആകെ ആയാലും എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിൽ മത്സരിക്കൂ. ഹനുമാൻ സേനയുടെയും രാംസേനയുടെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ പേരിൽ മത്സരിക്കൂ. ബജ്രംഗ് ദൾ എവിടെ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന അറിവ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്റെ സാറാണ് പറഞ്ഞത് RSSനെ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു, സംഘപരിവാറിനെ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ പറയുകയായിരുന്നു, അങ്ങനെ തെരഞ്ഞെടുത്തിട്ടില്ല. ഈ ബജ്രംഗ് ദളോ രാംസേനയോ അല്ലെങ്കിൽ ഹനുമാൻ സേനയോ ഒക്കെ ആ പേരിൽ മത്സരിച്ച് ഇവിടെ അധികാരത്തിലേറുകയാണെങ്കിൽ പറയാം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എന്ന്. അതുകൊണ്ട് അവർ മത്സരിക്കട്ടെ. പകരം RSSന്റെയും ബജ്രംഗ് ദളിന്റെയും സംഘപരിവാറിന്റെ ആകെയും മുഖം മൂടിയായിട്ടുള്ള BJP ആണ് അവരുടെ രാഷ്ട്രീയ സംവിധാനമായി ഇവിടെ മത്സരിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നല്ല. അപ്പൊ നിങ്ങള് ഈ സംഘപരിവാർ ഭീകരതയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന നികേഷിന്റെ നിലപാടിൽ നിന്ന് നികേഷ് പിന്നോട്ട് പോകുകയാണ്. സന്തോഷം.
എനിക്ക് മനസ്സിലായില്ല, പൂർണ്ണമായും കേൾക്കാൻ പറ്റിയിട്ടില്ല. ശ്രീ ബാലകൃഷ്ണൻ, നികേഷേ, താങ്കളെ ഞാൻ അനുസരണം പറയൂ. ഒരു മിനിറ്റ് സർ, ഞാൻ മടങ്ങിയെത്താം. താങ്കളെ എല്ലാ കണക്ടിവിറ്റിയും പ്രശ്നമാണ് എങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളെ കേൾക്കാമോ? ഒന്ന് ചോദിച്ചോട്ടെ. കേൾക്കാം, ഇപ്പോൾ കേൾക്കാം. നോക്കൂ, ഞാൻ നേരത്തെ താങ്കളോട് ഉന്നയിച്ച വിഷയം, ഇപ്പോൾ ഇതിൻ്റെ സമാനമായ രീതിയിലുള്ളൊരു നിരോധനം 2001 സിമിയുടെ നേർക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. സിമിയെ 2001 നിരോധിച്ചുവെങ്കിലും സിമിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് നിലപാട് നമ്മൾ കണ്ടത് 2005 അവരുടെ ഈ ഒരു ഇന്ത്യൻ മുജാഹിദ് എന്ന ഒരു രൂപാന്തരീകരണത്തിനെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഫോടനങ്ങളുണ്ടായി. അതിനകത്ത് സഫ്തർ നദൂരി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാളുടെ കീഴിലായിരുന്നു പിന്നീട് ആ സംഘടന ഈ നിലയിലൊരു എക്സ്ട്രീമിസ്റ്റ് നിലപാടെടുത്തത്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഇപ്പോൾ PFI എന്ന സംഘടനയുടെ നിരോധനത്തെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതം, അതിനകത്തുള്ള എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സ്, ഞാൻ ആഭ്യന്തര മന്ത്രാലയത്തെയാണ് കോട്ട് ചെയ്യുന്നത്, ആ എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സ് ഈ പറയുന്ന ഒരു സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കാനും, ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കാനും, കേരളമാണല്ലോ ഇതിൻ്റെ ഒരു ഹോട്ട് സ്പോട്ടായി JP നഡ്ഡ പോലും വിശദീകരിച്ചിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു ഭീഷണി നമ്മുടെ മുന്നിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഈ PFI എന്ന ഓർഗനൈസേഷൻ ഇതിനു മുമ്പ് NDF എന്നുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു. ഇതുപോലെ തന്നെ തീവ്രവാദ സ്വഭാവമുള്ളതായ മറ്റു സംസ്ഥാനങ്ങളിലെ സംഘടനകളുമായിട്ട് മാറിയത്. ഇത് ഒരു ഇന്റർനാഷണൽ ടെററിസ്റ്റ് ലിങ്ക് ഉള്ളതായ ഓർഗനൈസേഷനാണ്. ജമാഅത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ സംഘടനയുമായും ISIS-ഉമായിട്ടും ലിങ്കേജ് ഉണ്ട് എന്ന് ഈ നിരോധനത്തിന്റെ ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒരിക്കലും തന്നെ അവരെ കൺട്രോൾ ചെയ്യാമെന്നല്ലാണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയില്ല. അപ്പോ നിരോധനം ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു കണ്ടെയ്ൻ ടെററിസം എന്നല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഓൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ബ്ലാങ്കറ്റ് പ്രൊവിഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു രീതിയിൽ അവർ വരാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങൾ ഇനിയും ശക്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിലി കാണിച്ച പോലുള്ള എക്സ്പോഷൻ പോലുള്ള സംഗതികൾ കാണിക്കും. അപ്പൊ ഇതിന് ഒന്ന് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങള് ട്രിബ്യൂണലിന്റെ മുമ്പാകെ കൃത്യമായിട്ട് എവിഡൻസോടുകൂടി കൊടുത്ത് ആ നിരോധനം പെർഫെക്റ്റ് ആക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുകളും ഇനി എടുക്കാൻ പോകുന്ന കേസുകളും ഇൻവെസ്റ്റിഗേഷൻ വളരെ പക്കായിട്ട് അതിൽ കൺവിക്ഷൻ സെക്യൂർ ചെയ്യാം. മൂന്നാമതായിട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പോലെയുള്ള ഇന്റലിജൻസ് വർക്ക് കർശനമാക്കുക. അടുത്ത് മറ്റൊന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി നികേഷ് നേരത്തെ വിളിച്ച സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ നിരോധനം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിലെ വേണ്ട രീതിയിൽ നടപ്പിലാക്കില്ലെന്ന് ഐ ക്യാൻ പ്രെഡിക്റ്റ് ബിക്കോസ് ഓഫ് ദി പൊളിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് പോലീസ് ഇൻ ആക്ഷൻ. അതാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ഹർത്താൽ ദിവസം നമ്മൾ കണ്ടത് അതായിരുന്നു. കേരള പോലീസിന് ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദി ഞാനിപ്പോ പറയാൻ തയ്യാറില്ലാത്ത കാരണങ്ങൾ കൊണ്ട്, പൊളിറ്റിക്കൽ കെമിസ്ട്രി കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ ശരി, ഇടയ്ക്കൊന്ന് കട്ടായി. ശ്രീ ബാലകൃഷ്ണൻ, നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? PFI ആയിക്കൊള്ളട്ടെ, ഈ മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള സംഘടനകളാകെ അവരുടേതായിട്ടുള്ള അണികളോട് പറയുന്നത് എന്താണ്? ഈ BJP-യുടെ ഭരണകാലഘട്ടത്തിൽ നമുക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കാനാകില്ല. ഈ ജനാധിപത്യം, മതേതരത്വം എന്നുള്ളതൊന്നും PFI അംഗീകരിക്കുന്ന കാര്യമല്ല, അത് അനിസ്ലാമികമാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനായില്ല. നമ്മൾ മുസ്ലിങ്ങളെ ഇവർ രണ്ടാം തരം പൗരന്മാരായി കാണുന്നു. അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ശരിതെറ്റുകളൊക്കെ ഞാനിപ്പോൾ തൽക്കാലം മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു പ്രചരണത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, അല്ലെങ്കിൽ ആ നിലയിലുള്ള സംഘടനയുടെ വിശദീകരണത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ ഈ PFI ആയി മാറുന്നത്. കുറെ കൂടി എക്സ്ട്രീമിസ്റ്റ് നിലപാടായി അടിക്കടി കണ്ണിന് കണ്ണ് എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്ന നിലയിൽ PFI ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ RSS ഇപ്പോൾ മറുവശത്ത് ശക്തമായും
ഇനിയിപ്പോൾ PFI നിരോധനത്തിലൂടെ അതിശക്തമായും കാണിച്ചു തരുന്നില്ലേ ഞങ്ങൾ എന്ന നിലപാടെടുക്കുകയാണ്. ഒരുതരം ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ RSS എതിർഭാഗത്ത് നിൽക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീമിസത്തിൽ നിന്ന് കൂടുതൽ എക്സ്ട്രീമിസത്തിലേക്ക് പോവുക എന്നുള്ളത്, രണ്ട് സ്ലീപ്പിംഗ് സെല്ലായി മാറുക മറ്റ് വിദേശ സംഘടനകളുടെ എന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും എക്സ്ട്രീമിസ്റ്റ് സംഘടനയുടെ എന്ന നിലയിൽ വരിക, അതല്ല എങ്കിൽ അവസരം കാത്തു നിൽക്കുക. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുമ്പോൾ അതിന് പ്ലാൻ എ ഉണ്ടാവും, പ്ലാൻ ബി ഉണ്ടാവും, പ്ലാൻ സി ഉണ്ടാവും, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന സ്റ്റെപ്സ് ഉണ്ടാവും. അത്തരം സ്റ്റെപ്സ് അതിനൊരു പക്വതയാർന്ന ഒരു സമീപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കണ്ടേ? ഒരാളിൽ നിന്നും ഈ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കണ്ടേ? അത് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ടോ? സിമിയുടെ കാര്യത്തിൽ നമ്മളത് ഉണ്ടായിട്ടില്ല എന്ന് വേണ്ട അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ ശിവാലക്ഷൻ. സിമി ചോദിച്ച സമയത്ത് കണ്ടതിനായിട്ട് വളരെയധികം നിരോധനം കൊണ്ട് ദുഃഖമുണ്ടായി. താങ്കളൊന്ന് ഫോണിൽ വരൂ ദയവായി. ആത്യന്തികമായിട്ട് നമുക്ക് കേൾക്കേണ്ടത് ശബ്ദമാണല്ലോ. ശ്രീ ഷാബു പ്രസാദ്, ആ നിലയിലുള്ള ഒരു പക്വതയോടുകൂടിയുള്ള സമീപനം സംഘപരിവാർ സംഘടനകളിൽ നിന്നുണ്ടാകണം. സംഘപരിവാർ സംഘടനകളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഭരണപരമായ ബാധ്യത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട്. എന്തായാലും സംഘപരിവാർ സംഘടനകൾ സംഘപരിവാർ ആ ഒരു പക്വതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിനെ സമീപിക്കുന്നതും. ഇതിന്റെ പേരിൽ വലിയ ഗവൺമെന്റ് ലോ, അതിന്റെ നിയമം അതിൻ്റെതായ വഴിക്ക് തന്നെ പോകട്ടെ. അതിന്റെ പേരിൽ സമൂഹത്തിൽ വെല്ലുവിളികളോ വലിയ അരക്ഷിതാവസ്ഥയോ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന നിലപാട് തന്നെ സംഘപരിവാർ സ്വീകരിക്കുകയുള്ളൂ. അത്രേ സ്വീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ലല്ലോ ഇതുവരെ കണ്ടിട്ടുള്ളത്. ശ്രീ ഷാബു പ്രസാദ്, ഇടപെട്ട് ചോദിച്ചോളട്ടെ. നോക്കൂ, ഈ വിഷയത്തിൽ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ താടി പിടിച്ചു വലിച്ച് അവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുക, എന്നിട്ട് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഈ രാജ്യം മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാണത് ചെയ്തത്? സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവർ തന്നെ. പ്രകോപനം അതുകൊണ്ടാണ് പല കോൺഗ്രസ് ആയാലും CPM ആയാലും അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്ത് ഒരു 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 ബോയിൽ ചെയ്ത് കിടക്കുന്ന, തിളച്ച് മറിയുന്ന ഒരു മുസ്ലിം തീവ്രവാദം ഉണ്ടാകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിന് നല്ലത്. എന്റെ നികേഷേ, നിങ്ങൾ തന്നെ ഈ ചോദ്യങ്ങളും നിങ്ങളുടേതായ നിഗമനങ്ങളും എല്ലാം അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഏത് സംഘപരിവാർ സംഘടനയാണ് ഈ പറഞ്ഞ പോലെ ചെയ്തത് എന്നൊന്ന് നിങ്ങൾ പറയും. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത് ഓർമ്മയുണ്ടോ അങ്ങേക്ക്? അപ്പൊ അവിടം വരെ പോയി. നോക്കൂ, ഞാൻ ഈ ദൈനംദിന ജീവിതത്തിലെ കാര്യം താങ്കൾ പറഞ്ഞപ്പോ ഏത് സംഘടന എന്ത് ചെയ്തു എന്ന ചോദ്യം ഉന്നയിച്ചു. അപ്പൊ ഞാൻ 1992 പോയി. അതിനുശേഷം ഞാൻ ആ തലമുറയിൽപ്പെട്ട ആളാണ് ശ്രീ ഷാബു പ്രസാദ്. 1992 മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു, 1992 ശേഷം ഇന്ത്യ എങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരാളാണ്. നേർസാക്ഷിയാണ് എന്റെ തലമുറ. നികേഷ്, നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളത്. ഞാനും അതേ തലമുറയിൽപ്പെട്ട അതേ കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്ന് അതേ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ധരിക്കല്ലേ നിങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് കാര്യങ്ങൾ. ഞാൻ വിടൂ, താങ്കളെ മെറിറ്റിലെ മറുപടി പറയൂ. അല്ല നിങ്ങൾ ഇത് പറയുമ്പം എനിക്കതും പറയണമല്ലോ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആരുടെ താടി പിടിച്ച് വലിച്ചെന്നോ കുനിച്ചു നിർത്തി ഇടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞല്ലോ. ഏത് സംഘപരിവാർ സംഘടനയാണ് ചെയ്തതെന്ന് പറയും. സംഘപരിവാർ സംഘടനകൾ ഏത് സംഘടനകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പല പേരുകളും ഉണ്ടല്ലോ. സംഘപരിവാറിൽ അംഗങ്ങളായിട്ടുള്ളതും അംഗങ്ങളല്ലാത്തതുമായിട്ടുള്ളത്.
ശ്രീ ഷാബു പ്രസാദ്, ഞാൻ നിങ്ങൾ നോക്കൂ, സംഘപരിവാർ സംഘടനകൾ താടി പിടിച്ചു വലിച്ചു എന്നുള്ളതല്ലല്ലോ എൻ്റെ വിഷയം. എൻ്റെ വിഷയം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഒരു മുസ്ലിം വയോവൃദ്ധനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറുഭാഗത്ത് ഒരു എക്സ്ട്രീമിസ്റ്റ് എലിമെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. അതാണ് PFI മുതലെടുത്തത്, അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നിട്ട് താങ്കളിലേക്ക് വന്ന ഒരു വിഷയമുണ്ട്. 1992 ബാബറി മസ്ജിദിൻ്റെ തകർച്ച. അത് ഞാൻ എൻ്റെ തലമുറയിലാണ്, ഞാൻ അതിൻ്റെ നേർസാക്ഷിയാണെന്ന് പറയാനുള്ള കാരണമുണ്ട് ശ്രീ ഷാബു പ്രസാദ്. നോക്കൂ, അങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടായിട്ട് അത് സുപ്രീം കോടതിയെ പോലെ ഏറ്റവും ഉയർന്ന കോടതി തെറ്റായിരുന്നു, ഒരു ക്രിമിനൽ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് ഒരാളും ഈ നാട്ടിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നലുണ്ടല്ലോ, അല്ലെങ്കിൽ ആ തിരിച്ചറിവുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകളെ ഉണ്ടാക്കുന്നത്. ശരി, ഷമീർ പറയൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും, അതായത് RSSനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആയിക്കൊള്ളട്ടെ, PFIയെ സംബന്ധിച്ചിടത്തോളം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏറ്റവും നല്ല സഖ്യകക്ഷി എന്താണ്? RSS ആണ് എന്നുള്ളതാണ്, സംഘപരിവാർ സംഘടനകളാണ്. അവർ എത്ര കണ്ട് കാണിക്കുന്നു അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ ലഭിക്കുകയാണ്. അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾക്കെതിരെ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. തെറ്റാണ്, ആ ഒരു ആരോപണം തെറ്റാണ്. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM കോൺഗ്രസിന് ആരോപണം പറയുന്നില്ലേ, കോൺഗ്രസ് BJPക്ക് ഇതിൽ പറയുന്നില്ലേ, എല്ലാ പാർട്ടികളും പരസ്പരം, ഞാൻ പറഞ്ഞു പരസ്പരം ഒരു മനസ്സോടെ നിൽക്കുന്നതല്ല. ഇതിൽ യഥാർത്ഥത്തിൽ SDP എന്ന പാർട്ടി ഉണ്ടാവുന്നത് തന്നെ ഇന്ത്യയിൽ ഇന്നൊന്നും ആലോചിച്ച് നോക്കി, ഇന്ന് BJP പ്രതികരിക്കുന്ന പാർലമെന്റിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പ്രാതിനിധ്യമില്ല. അങ്ങനെ അതായത് അവർ യഥാർത്ഥത്തിൽ ഒരു സവർണ സങ്കല്പത്തിൽ ഊന്നി ഇന്ത്യയിൽ ഹിന്ദുത്വ ഒരു രാഷ്ട്രം നിർമ്മിക്കാനുള്ള മൂവ്മെൻറ്റിലാണ് അത് പോയിക്കൊണ്ടിരിക്കും. ഈ രാജ്യത്തെ പാർശ്വവൽകൃതരായ, പിന്നോക്കരായ, ന്യൂനപക്ഷങ്ങളായ, ദലിതരായ ആളുകളെ ചേർത്തിരുത്തിക്കൊണ്ട് അവരെ ഈ രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള പ്രവർത്തനമാണ് SDP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയത്തിൽ നിന്ന് മോചനമാണ് SDP മുദ്രാവാക്യം, വിശപ്പിൽ നിന്ന് മോചനം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇന്ത്യയിൽ കൊലപാതകങ്ങളെ പറ്റി പറഞ്ഞു, ആര് കൊന്നു എന്ന് പറഞ്ഞു. 120-ൽ പരം ആളുകളാണ് ഈ രാജ്യത്ത് വഴിയിലിട്ട് തല്ലിക്കൊന്നിട്ടുള്ളത്. പഹലുഖാനെ പോലുള്ള ആളുകളെ വീട്ടിൽ കയറിയിട്ട് പശുയിറച്ചി പേര് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നിട്ടുണ്ട്. ഇവിടെ സഞ്ജിത്ത്, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് സഞ്ജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ക്രിമിനൽ കേസിൽ പ്രതിയായത് അവിടെ പള്ളിയിൽ പോയ യുവാവിന്റെ ഒരു വൃദ്ധന്റെ താടിക്ക് പിടിച്ചു വലിച്ചിട്ടാണ്. നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ താടി പിടിച്ച സംഭവം കേരളത്തിൽ ഞങ്ങൾ കൊന്നിട്ടില്ലല്ലോ, ഞങ്ങളെ കൊന്നിട്ടുമില്ല, നിങ്ങൾ ആ പ്രതികളെ പിടിച്ചോളൂ. അതല്ല ഇതിൽ വിഷയം. മറ്റൊന്ന്, ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ല അല്ല അങ്ങനെയല്ല, സംഘപരിവാറുകാർ ഇവിടെ ചെയ്യുന്ന കൊലപാതകങ്ങളൊക്കെ ഞാനിപ്പോൾ സമയം തന്നാൽ ശ്രീ മുഹമ്മദ് ഷമീർ താങ്കൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു പാട്ട് പോലെ പാടിത്തരും. കാരണം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രചരണായുധം, എപ്പോഴും നിങ്ങളുടെ അന്നം അതാണ്. ഞാനൊരു വസ്തുതയില്ലാത്തൊരു വിഷയം പറഞ്ഞാൽ നികേഷ് അതിനെ ക്രോസ് ചെയ്തോളൂ. ഞാൻ വസ്തുത മാത്രമാണ് പറയുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞു ഭയത്തിൻ്റെ കാര്യം പറഞ്ഞു. മറ്റൊന്ന്, നേരത്തെ ശ്യാം പ്രസാദ് ഉൾപ്പെടെ ആളുകൾക്ക് നേരത്തെ നികേഷ് സംസാരിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? മഹാത്മാഗാന്ധിയെ കൊന്ന സമയത്ത് കോടതിയിൽ സവർക്കർ ഇരുന്നൊരു ഇരിപ്പുണ്ട്, സവർക്കർ ഏറ്റവും പുറകിൽ ബീരുത്തത്തോടെ. അതേ ബീരുത്തമാണ് നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളെ കവർ ചെയ്യുമ്പോൾ ഉള്ളത്. തന്നെയാണ് ഇപ്പോൾ ഷാബു പ്രസാദ് ഉൾപ്പെടെ. അതായത് ഇവർക്ക് ജനാധിപത്യമായി സംവദിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഇവർ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ SDP പോപ്പുലർ ഫ്രണ്ട് ഒന്നും കഴിയാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, നിരോധിക്കുകയാണ്. രാഷ്ട്രീയമായി സംവദിക്കട്ടെ, രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ ശ്രമിക്കട്ടെ, അത് കഴിയുന്നില്ല. ജനകീയ അടിത്തറ ഇത് രാഷ്ട്രീയമായിട്ട് സംവദിച്ച് തീർക്കേണ്ട കാര്യമൊന്നുമല്ല. നിയമപരമായ നടപടി എടുക്കേണ്ടടുത്ത് നിയമപരമായ നടപടി എടുക്കുക തന്നെ. ഞാൻ ഈ വിഷയത്തിൽ RSSനെ കൂട്ടിക്കുഴക്കാൻ തീരുമാനിച്ച ആളേ അല്ല. പക്ഷെ അതിനകത്ത് വിഷയം വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ. നിങ്ങൾക്കെതിരായിട്ടുള്ള നടപടിയുടെ നിയമപരമായിട്ടുള്ള സാധുത മാത്രം ചർച്ച ചെയ്താൽ മതി. PFIയെ പറയുന്ന സമയത്ത് RSSനെ കൂടി അതിൻ്റെ കൂടെ കുഴച്ച് അതിനെ ഒരു പ്രത്യേക രൂപത്തിലാക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നേ ഇല്ല. ശിബാലകൃഷ്ണൻ, ഞാൻ നേരത്തെ ചോദിച്ചത് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല താങ്കൾക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് എത്ര കണ്ട ആശങ്കയോടുകൂടി നമ്മൾ കാത്തിരിക്കണം? കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരു അവസ്ഥ വെച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞതായ 3 മെഷീനറികളും വളരെ കോർഡിനേറ്റ് ആയിട്ടായി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ഫ്രിഞ്ച് എലിമെന്റ്സ് ഇതിൽ നിന്നും ഏകദേശം വളരെ അതിതീവ്രമായ സ്വഭാവം കാണിക്കുന്ന ആളുകൾ എന്തെങ്കിലും എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുമെന്നല്ലാതെ കണ്ട് ഇത് ട്രൈബ്യൂണല് മിക്കവാറും ഇതിനെ, കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് വന്നിരിക്കുന്നത് UN റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ്. ഇന്റർനാഷണൽ ടെററിസം കണ്ടെയ്ൻ ചെയ്യാനുള്ളതായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ലോയിൽ അമെൻഡ്മെന്റ് 2008 വരുത്തിയത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ട്രിബ്യൂണൽ ഇതിനെ അംഗീകരിക്കാനാണ് സാധ്യത. പിന്നെ നികേഷ്, മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്, ഈ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണത്. അതായത് എന്റെ ഇടത് കൈ ഫ്രാക്ചർ ആയച്ചാൽ ഞാൻ വലത് കൈക്കും ഇടത് കൈക്ക് മാത്രം പോരാ, വലത് കൈക്കും ഞാൻ പ്ലാസ്റ്റർ ഇടണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മൾ മാറ്റണം. നമ്മൾ അതിന്റെ കാര്യത്തിലേക്ക് തന്നെ കൃത്യമായിട്ട് കടക്കണം. നമ്മൾ ഈ സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വേറെ ചില കാര്യങ്ങളിലേക്ക് പോകരുത്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ കെമിസ്ട്രി കണ്ടിന്യൂ ആണെങ്കിൽ ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അടുത്ത സാഹചര്യത്തിൽ തന്നെ വലിയൊരു വില കൊടുക്കേണ്ടി വരും. നമ്മളിതിനെ കൃത്യമായിട്ട് ഇതിന്റെ നറേറ്റീവിനെ കാണേണ്ടത് എന്താന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വിക്ടിമൈസേഷൻ. ഇപ്പൊ നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ഇതിൽ പറഞ്ഞു, ഇന്ദ്രേഷ് കുമാറിന്റെ പേര് പറഞ്ഞു. ഇന്ദ്രേഷ് കുമാറിനെ പിന്നെ കർക്കരെ അറസ്റ്റ് ചെയ്തോ, പ്രോസിക്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ. നമ്മൾ ഈ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അല്ല, അങ്ങനെ നമുക്ക് വിലയിരുത്താനാകില്ല ശ്രീ ബാലകൃഷ്ണൻ. പ്രത്യേകിച്ച് ആ പാനലിലെ ആ ഭാഗത്ത് നിന്ന് അത്തരം വിമർശനങ്ങൾ വരും. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഇവിടെ ശ്രീ ഷാബു പ്രസാദിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. നോക്കൂ, 92-ലെ ബാബറി മസ്ജിദിന്റെ തകർച്ച അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നല്ലോ. പിന്നീട് ആ ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ ആരൊക്കെയാണ് ആ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ടെലിവിഷനിൽ കണ്ടതാണല്ലോ, ദേശീയ ടെലിവിഷനിൽ കണ്ടതാണല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ശിക്ഷിച്ചോ? അപ്പോൾ അക്കാര്യത്തിൽ നീതി നടക്കുന്നില്ല എന്നുള്ള ബോധം ഒരു വിഭാഗത്തിൽ ഇന്ത്യൻ സമൂഹത്തിലാകെയുണ്ട്. നമ്മുടെ ഇപ്പൊ PFI ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങനെയുള്ളതായ ഒരു ഇഷ്യൂ ഉണ്ടോ? കേരളത്തിലല്ലല്ലോ സാർ, നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതല്ലേ നമ്മുടെ വിഷയം. രാജ്യത്തിന്റെ കാര്യങ്ങൾ തന്നെ നമ്മള് ഇപ്പോ വിക്ടിം തിയറിയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നതിനെ. നിങ്ങൾ എനിക്ക് വളരെ അടുത്തൊരു റിക്വസ്റ്റ്, ഒരു പേഴ്സണൽ റിക്വസ്റ്റ് നികേഷിനുള്ളത്, ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കൊലപാതകങ്ങളായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. അവരൊക്കെ തന്നെയും എനിക്ക് തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ ആകെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ്. വളരെ പരിതാപകരം, നേരത്തെ ഉള്ളതിൽ നിന്നും വളരെ പരിതാപകരമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് രാജ്യത്തെ കൊണ്ടുചെല്ലാൻ കഴിയില്ലല്ലോ സാർ. ഈ നറേറ്റീവ് നികേഷ് കുമാർ മാറ്റും എന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു. ഒരു കാലമെടുത്തേക്കാം, പക്ഷെ അത് മാറ്റും. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. ഓക്കെ ഇപ്പൊ നികേഷ് കുമാറിന് പറഞ്ഞ കാര്യം, നികേഷ് ജേർണലിസ്റ്റിന് പഠിക്കണം, ഞാനും ജേർണലിസ്റ്റിന് പഠിക്കാൻ ശ്രമിക്കും, താങ്കൾ പോലീസിനും പഠിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ നിരോധനം പെർപ്പച്വൽ ആവാൻ പോവുകയാണ്. കാരണം ഇതില് വളരെ പണ്ടത്തെ മാതിരിയല്ല. ഇന്ന് ടെക്നിക്കലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവരുടെ ഫണ്ടിങ് തന്നെ, ഈ PFIക്ക് വന്ന ഫണ്ടിങ് തന്നെ വളരെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് EDയും ഇൻകം ടാക്സും അന്വേഷിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് വിദേശത്ത് നിന്നും ടെററിസ്റ്റിന് വേണ്ടി പണം ആയിക്കോട്ടെ, ഞാൻ അതിലൊന്നും എതിർപ്പ് പറയുന്നില്ല ശ്രീ ബാലകൃഷ്ണൻ. അതായത് ഇതൊരു പെർപ്പച്വൽ ആയി മാറുകയാണ് എങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് തെളിവുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് RSSുമായി പോലും PFIയുടെ നിരോധനത്തെ കൂട്ടിക്കുഴക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ CPIഎമ്മും കോൺഗ്രസും പറയുന്നത് അങ്ങനെയാണെങ്കിൽ RSSനെ കൂടി നിരോധിക്കണം. RSSനെ നിരോധിക്കാനുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കണം, അതിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. PFIയെ നിരോധിക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ PFIയെ നിരോധിക്കണം. പക്ഷേ ഇത് പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ്. നമ്മളൊരു പാനൽ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ ഇത് PFIയെ സംബന്ധിച്ചിടത്തോളം RSSോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ കൂടുതൽ അക്രമാസക്തമായ വർഗീയതയും തീവ്രവാദവും കാണിക്കുന്നതാണ് അവർക്ക് താല്പര്യം, അവർക്ക് വളവും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദുഃഖ സത്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇടത് കൈയുടെ എല്ല് പൊട്ടിയാൽ ഇടത് കൈക്ക് പോരെ, വലത് കൈക്കും ഫ്രാക്ചർ പ്ലാസ്റ്റർ ഇടണമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് നമ്മൾ മാറ്റേണ്ടത്. ഒരു കുട്ടി തെറ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിക്കാണ് ഇമ്പോഷൻ കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റു കുട്ടികൾക്കല്ല. ആ കുട്ടി ബാലൻസ് ചെയ്യാനല്ല. ഈ ബാലൻസിങ് മെത്തേഡാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ബാലൻസിങ് മെത്തേഡല്ല, ടു ദ പോയിന്റ് അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടു ദ പോയിന്റ് ആണ് എങ്കിൽ ഇതിന് ടു ദ പോയിന്റ് ആണ് നമ്മൾ RSSനെതിരായ വിമർശനം ഉന്നയിക്കേണ്ടതെങ്കിൽ ഇതിന് മറുപടി തരൂ. എന്തുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തവർക്കെതിരെ, ടെലിവിഷനിൽ കാണിച്ചവർക്കെതിരെ, ദേശീയ ടെലിവിഷനിൽ കാണിച്ചവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല? എന്റെ സിസ്റ്റത്തിലുള്ള പ്രശ്നമാണ് സാർ ഇത്.
എൻ്റെ സിസ്റ്റം, ഞാൻ ജീവിക്കുന്ന ഈ രാജ്യത്തിലെ ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദയവായി തുടരുക. MV ജയരാജൻ, CPIM സംസ്ഥാന സമിതി അംഗം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MV ജയരാജൻ, CPM ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കുന്നത് PFIയെ നിരോധിക്കുന്നുണ്ടെങ്കിൽ RSSനെ കൂടി നിരോധിക്കണമെന്നുള്ളതാണ്. എൻ്റെ PFI നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ അതിൻ്റെ മെറിറ്റിൽ കണ്ട് ആ നിരോധനത്തെ സ്വാഗതം ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ടു കൂട്ടരെയും നിരോധിക്കാൻ പാടില്ല. നിരോധനം ഇവർ ഉയർത്തുന്ന വർഗീയ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെ നേരിടാൻ കഴിയുന്നതല്ല. രണ്ടു കൂട്ടരെയും രാഷ്ട്രീയമായി ജനങ്ങളെ അണിനിരത്തി ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ തന്നെ നിരോധനം അവരെ ശക്തിപ്പെടുത്തും. ഈ നിരോധനം RSS ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം വിരുദ്ധതയിലൂടെ RSS ശക്തിപ്പെടും. നോക്കൂ, NDF അല്ലെങ്കിൽ പിന്നീട് PFI ആയ ഈ ഒരു കൂട്ടര് നാറാത്ത്, കണ്ണൂർ സിറ്റി, വളപട്ടണം തുടങ്ങിയവിടങ്ങളിൽ നിന്ന് ആളുകളെ IS-ലേക്കൊക്കെ എത്തിച്ചു എന്ന് പറയുന്നത് ശ്രീ MV ജയരാജൻ താങ്കൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ നിലയിലെ ഒരു കമ്മ്യൂണൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഉയർത്തി നിർത്തിയത് ഈ NDF-ഉം PFI-യുമാണ്. അപ്പോൾ അത്തരം ഒരു സംഘടന ഇപ്പോൾ സാധാരണഗതിയിൽ വർഗീയതയാണല്ലോ നമ്മൾ BJP-യിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതല്ല, ഇത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും സിറിയയും പോലുള്ള രാജ്യങ്ങളിലേക്ക് ആളുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ഗൗരവമുള്ള വിഷയമല്ലേ? അതിനെ RSS-ഉമായി ബാലൻസ് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? താരതമ്യം ചെയ്യേണ്ടി വരുന്നത് രണ്ടു കൂട്ടരും മതരാഷ്ട്ര രൂപീകരണ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ്. അതിൽ PFI താങ്കളിലൂടെ സൂചിപ്പിച്ചതുപോലെ ഗൗരവമായ ആപത്ത് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ യഥാർത്ഥത്തിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏത് സംഘടനയും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കാലന്മാരാണ്. അതുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അവിടെ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, കണ്ണൂർ സിറ്റിയിൽ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ സൈന്യവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരണമോ എന്ന് ആ ചെറുപ്പക്കാരന്റെ ഉമ്മയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താ പ്രതികരണം? രാജ്യദ്രോഹിയായ മോന്റെ മയ്യത്ത് എനിക്ക് കാണണ്ടാമാണ്. അതാണ് കേരളം. ആ പെറ്റുമ്മയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരമെന്ന് നമുക്ക് പറയാവുന്ന എന്ന ഉമ്മയുടെ മനസ്സിൽ തോന്നിയ രാജ്യസ്നേഹം മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. ഈ തീവ്രവാദികൾക്ക് അതില്ല. അതുകൊണ്ട് തന്നെ തീവ്രവാദം നാട്ടിലാപത്താണെന്ന് പറയുമ്പോൾ തന്നെ മലേഗാവ് സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്ത പ്രഖ്യാ സിംഗിനെ MP ആക്കിയ നടപടിയും തെറ്റാണ്. അതുകൊണ്ട് നിരോധനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. രണ്ടു കൂട്ടരുടെയും ഭീകരവാദ പ്രവർത്തനത്തെ നമുക്ക് എതിർക്കാൻ കഴിയുക തന്നെ വേണം. നിരോധനത്തിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ശ്രീ MV ജയരാജൻ, നിരോധിക്കുക അല്ലാതെ നമുക്ക് ഭരണഘടനാ പ്രകാരം വേറെ എന്താ ചെയ്യാനാവുക? ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ആളെ കയറ്റി അയക്കുന്ന ടെറർ ഹബ്ബുകളായി കണ്ണൂർ ജില്ല മാറുകയാണ്. ലോകത്തെ എത്ര രാജ്യങ്ങളുണ്ട്, എത്രയധികം ഭൂപ്രദേശങ്ങളുണ്ട്. അവിടെ നിന്നൊന്നും പോകാതെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ആളുകൾ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയി ആട് മേയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എത്തുന്ന ഇൻഡോക്ട്രിനേഷൻ ഏത് തരത്തിലുള്ളതായിരിക്കും എന്ന് അങ്ങേക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്തരം സംഘടനകളെ കണ്ടുപിടിക്കുക, അതിനെ നിരോധിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഭരണഘടനാ പ്രകാരം മറ്റെന്താ ചെയ്യാനാവുക? ശരി, RSS വർഗീയത പടർത്തുന്നുണ്ട്, RSS ഈ നിലയിൽ മുസ്ലിം വേട്ട നടത്തുന്നുണ്ട്. ശരി, അതിനെ വേറെ തരത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനാകണം. പക്ഷേ എന്ന് വെച്ച് ഇതിനെയും ടാഗ് ചെയ്തുകൊണ്ട് രണ്ടും പാടില്ല എന്ന നിലപാടെടുക്കുന്നത് എത്ര കണ്ട് ശരിയാണ്? ശ്രീ MV ജയരാജൻ, ഗാന്ധിജിയെ സ്വാതന്ത്ര്യം നിരോധിക്കപ്പെട്ടു. പിന്നീട് സംഭവിച്ചു? രാജ്യത്തിന്റെ ആദ്യത്തെ ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഭീകര കൊലക്ക് നേതൃത്വം കൊടുത്തവരെ നിരോധിച്ചതിനെ തുടർന്ന് RSS ഇല്ലാതായിട്ടില്ല, അവരുടെ പ്രത്യയശാസ്ത്രം ഇല്ലാതായിട്ടില്ല. പിന്നെയും ഒരു ഘട്ടത്തിൽ RSS-നെ
PFI ശക്തിപ്പെടും. അതോടൊപ്പം PFI നിരോധിച്ചതിനെ അഭിമാനമുള്ള ഒരു കാര്യമായി ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയവും ശക്തിപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ നിരോധനം പാടില്ലെന്ന് പറയുന്നത്. ശരി, ശ്രീ മുഹമ്മദ് ഷമീർ, നിലവിലെ സാഹചര്യത്തിൽ SDPI നിരോധിക്കപ്പെടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ കരുതുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ആണെങ്കിൽ എന്തും പൊതുസമൂഹം മുഴുവൻ. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട്, തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ അതായത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനമുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ അത് നിൽക്കുക എന്നുള്ള പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇനി നിരോധിക്കപ്പെട്ട എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോക്കൂ, ഈ ജനാധിപത്യത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും മതേതരത്വത്തിലും വിശ്വസിക്കേണ്ടേ? നമ്മള് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ വിശ്വസിക്കേണ്ടേ? ഇനി വേറൊന്ന് വിശ്വസിക്കേണ്ടതാണ്. നികേഷ് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഞാനും എൻ്റെ പാർട്ടിയും എൻ്റെ കുടുംബവും, ഞാനത് പ്രതിരോധത്തിന്റെ ഭാഷയിലല്ല പറയേണ്ടത്, യഥാർത്ഥത്തിൽ ആ ചോദ്യം പോലും ഒരു ചോദിക്കുന്നത് അപ്രസക്തമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനാധിപത്യം മതേതരത്വമൊക്കെ അംഗീകരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നവരാണ്. ഇനി SDPI എന്ന പാർട്ടി നിരോധിക്കപ്പെട്ടാൽ പോലും ഈ ആശയം ഇവിടെ ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താ, ഇത് 7-8 ലക്ഷം ജനങ്ങളിലേക്ക് എത്തിയ വലിയൊരു ആശയമാണ്. ഭയത്തിൽ നിന്ന് മോചനം ഇന്ത്യയിൽ ഉണ്ടാവണം, വിശപ്പിൽ നിന്ന് മോചനം ഇന്ത്യയിൽ ഉണ്ടാവണം. ഈ ആശയം ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. BJP രാഷ്ട്രീയ പരാജയങ്ങൾ നേരിടുമ്പോൾ, അൺഎംപ്ലോയ്മെന്റിന്റെ പേരിൽ, GSTയുടെ പേരിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി തകരുന്നതിന്റെ പേരിൽ ഭരണപരാജയം നേരിടുമ്പോൾ അവിടെയെല്ലാം ചെറുക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്റ്റെപ്പുകൾ BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ SDPI നിരോധിച്ചാൽ പോലും SDPI എന്ന മുന്നോട്ട് വെക്കുന്ന ആശയം ഇന്ത്യയിൽ നിരോധിക്കാൻ ഒരു ഇവിടെ SDPIയുടെ നിരോധനം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ ശ്രീ ഷമീർ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, PFIയുടെ നിരോധനം നമ്മൾ നേരത്തെ സിമിയുടെ നിരോധനവുമായി താരതമ്യം ചെയ്തല്ലോ. 2001 സിമിയെ നിരോധിച്ചു. 2005 സിമിയിലെ തീവ്ര നിലപാടുകാർ ഇന്ത്യൻ മുജാഹിദീനായി മാറി. രാജ്യത്തെ വലിയ സ്ഫോടനങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നീട് ഇങ്ങോട്ടൊരു സ്ഫോടന പരമ്പര തന്നെ സംഭവിച്ചു. വ്യത്യസ്ത സംഘടനകൾക്ക് ഇന്ത്യൻ മുജാഹിദീൻ നൽകിയിട്ടുള്ള ധൈര്യം കരുത്തു പകർന്നു. അങ്ങനെ വ്യത്യസ്ത സംഘടനകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം ഉണ്ടാക്കി. നോക്കൂ, സിമി അല്ല PFI. സിമിയേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങുള്ള ശക്തിയാണ് PFI എന്ന് നമുക്കറിയാം. അവർ വളരെ ചുരുങ്ങിയ, മുസ്ലിം ലീഗിനൊന്നും കേരളം വിട്ട് 1-2 ഇടങ്ങളിൽ മാത്രമാണ് ചെറിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ PFI നമ്മുടെ കൺമുന്നിൽ വളരുകയായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു കൃത്യമായ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിമിയെ നിരോധിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാഘാതം, ഇപ്പോൾ PFI എന്ന് പറയുന്ന സംഘടനയുടെ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാർ, അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങായി വേണം നമ്മൾ അതിൻ്റെ പ്രത്യാഘാതത്തെ കാണാൻ. ശിബാലകൃഷ്ണൻ, തീർച്ചയായും പ്രത്യാഘാതം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഊഹിക്കേണ്ടതും നമ്മൾ അനുമാനിക്കേണ്ടതും. പക്ഷേ പ്രത്യാഘാതത്തെ നമുക്ക് നമ്മളെ കൺവെർട്ട് ചെയ്ത് ഇപ്പോ ഈ നിരോധന ഉത്തരവിൽ തന്നെ പറയുന്നത് ഇതിന്റെ സിമിയുടെ ലീഡേഴ്സ് തന്നെയാണ് ഈ PFIയുടെ ലീഡേഴ്സ് ആയി വന്നിട്ടുള്ളതെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ മുജാഹിദിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്. ഇന്ത്യൻ മുജാഹിദീൻ വാസ്തവത്തിൽ ലഷ്കർ-എ തോയ്ബയുടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഒരു വേർഷനായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ആ ലഷ്കർ-എ തോയ്ബ ഇപ്പോ വളരെ സജീവമല്ലാത്തതുകൊണ്ട് പിന്നെ അവര് ഇപ്പോഴ് സ്വാഭാവികമായിട്ടും അവരുടെ ലിങ്ക് ഓർഗനൈസേഷനായി എടുത്തിരിക്കുന്ന ISISനെയും പിന്നെ ബംഗ്ലാദേശിലെ ജമാഅത്ത് മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. MV ജയരാജൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷയിൽ ഞാൻ പറയുന്നു. സാർ, ഒരു കാര്യം മാത്രം പറയുന്നു, ബാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്റ്റെപ്പാണ്. സാറ് പറയുന്നു ഈ ജനങ്ങളുടെ പിന്നെ അവയർനെസ്സിൽ കൂടിയാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്, ഇതിനെ ഇല്ലാതാക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് സംസാരിക്കാൻ സർ, ഈന്തുള്ളൽ ബിനുവിനെ കൊന്ന സമയത്ത് താങ്കളും താങ്കളുടെ പാർട്ടിയും അവയർനെസ്സും നടത്തിയിട്ടാണോ ന്യൂമാഹിയിലെ സലീം മരണപ്പെട്ടത്? ന്യൂമാഹിയിലെ സലീം മരിച്ച സമയത്ത് അവയർനെസ് നടത്തിയിട്ടാണോ സർ വിളക്കോടിലെ ദിലീപൻ മരിച്ചത്? വിളക്കോടിലെ ദിലീപൻ സമയത്ത് നമ്മൾ അവയർനെസ് നടത്തിയിട്ടാണോ സർ ഉരുവച്ചാല് സതീഷ് മരിച്ചത്? ഇതൊക്കെ സാറിന് നേരിട്ട് അറിയാവുന്നതായ മർഡറുകളിലെ അവിടെയും നമ്മൾ അവയർനെസ് നടത്തിയിട്ടാണ് അഭിമന്യു മരണപ്പെട്ടത്. അപ്പൊ അവയർനെസ് മാത്രമല്ല സർ ഇതിനൊരു കാര്യം.
താങ്കളുടെ പാർട്ടി ഇത്ര വലിയ കേരളത്തിലെ നമ്പർ 1 പാർട്ടിയും ഏറ്റവും ശക്തമായ പാർട്ടിയുമായിട്ടും അവയർനെസ് ക്യാമ്പയിൻ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ല സർ ഈ നടത്തിയ സീരീസ് ഓഫ് മർഡേഴ്സ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ശരി, അക്രമത്തിന് അക്രമമാണ് രാഷ്ട്രീയ പാർട്ടികൾ അവലംബിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൈറ്റി അതിൻ്റെ അധികാരം ഉപയോഗിക്കേണ്ടി വരും, നിയമപരമായ നടപടികൾ വേണ്ടിവരും എന്നാണ് ശ്രീ ബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ. ഒപ്പം തന്നെ മുഹമ്മദ് ഷമീർ, MV ജയരാജൻ, ഷാബു പ്രസാദ്, കാസിം ഇരിക്കൂർ, എഡിറ്റേഴ്സ് അവർ സഹായിച്ചതിന് നമസ്കാരം.